നമസ്കാരം. 2026 എന്ന പുതുവർഷം കർക്കിടകം രാശിക്കാരായ വ്യക്തികൾക്ക് എപ്രകാരമായിരിക്കും എന്ന് ഈ അധ്യായത്തിലൂടെ മനസ്സിലാക്കാം. കർക്കിടകം രാശിയിൽ വരുന്ന നക്ഷത്രക്കാർ പുണർദം, പൂയം, ആയില്യം എന്നീ നക്ഷത്രക്കാരാണ്. കർക്കിടകം രാശിക്കാരുടെ 2026 ഫലം ഇപ്രകാരമാകുന്നു. ഏവരും ഓം നമ ശിവായ എന്ന് കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തി വധിക്കൂ. തടസ്സങ്ങൾ പലതും ജീവിതത്തിൽ അനുഭവിച്ച് പോരുന്നവർ തന്നെയാണ് ഇവർ. അത്തരം പല തടസ്സങ്ങളും നീങ്ങുന്നതായ സാഹചര്യം വന്നു ചേരാം. ഭാഗ്യം തെളിയുന്നതായ സാഹചര്യങ്ങൾ ജീവിതത്തിൽ രൂപപ്പെടാവുന്നതാണ്. ആരോഗ്യപരമായ കാര്യങ്ങൾ അനുകൂലമായി തീരാം. ആരോഗ്യം വീണ്ടെടുക്കുവാനുള്ള അവസരങ്ങൾ നിങ്ങളുടെ ജീവിതത്തിലേക്ക് കടന്നു വരാവുന്ന ഒരു സാഹചര്യമുണ്ട്. സമൂഹത്തിൽ അംഗീകാരം ലഭിക്കുന്നതായ അവസരങ്ങൾ നിങ്ങൾ ചെയ്യുന്നതായ പ്രവൃത്തികൾ മൂലമോ അല്ലാതെയോ സമൂഹത്തിൽ അംഗീകാരങ്ങൾ ലഭിക്കും എന്നതാണ് വാസ്തവം. ആരോഗ്യത്തിലും സാമ്പത്തിക ഇടപാടുകളിലും ശ്രദ്ധ പുലർത്തിയില്ല എങ്കിൽ നിങ്ങൾക്ക് തിരിച്ചടിയാണ് ഫലമായി വന്നു ചേരുക. അതിനാൽ ആരോഗ്യ കാര്യങ്ങളിൽ പ്രത്യേകമായ ശ്രദ്ധ പുലർത്തണം. ആശുപത്രിവാസം പോലുള്ള കാര്യങ്ങൾക്ക് സാധ്യത കൂടുതലുള്ള ഒരു വർഷം തന്നെയാണ്. സാമ്പത്തിക ഇടപാടുകളിലും ശ്രദ്ധ പുലർത്തിയില്ല എങ്കിൽ ധനനഷ്ടം, മാനഹാനി വന്ന് ചേരുവാൻ സാധ്യത വളരെ കൂടുതലാണ്. വിദേശ യാത്രകളുമായി ബന്ധപ്പെട്ട് അനുകൂലമായ സാഹചര്യങ്ങൾ രൂപപ്പെടാം. വിദേശത്തേക്ക് പോകുവാനും ജോലി അല്ലെങ്കിൽ തൊഴിൽ മറ്റാവശ്യങ്ങൾക്ക് വിദേശത്തേക്ക് പോകുവാനുള്ള അവസരങ്ങൾ നിങ്ങളുടെ ജീവിതത്തിലേക്ക് വന്നു ചേരാം. തടസ്സങ്ങളെ തരണം ചെയ്ത് ആ കാര്യങ്ങൾ നേടിയെടുക്കുവാനുള്ള അവസരങ്ങൾ നിങ്ങളുടെ ജീവിതത്തിലേക്ക് കടന്ന് വരാവുന്നതാണ്. നിങ്ങൾ പറയുന്നതായ വാക്കുകൾക്ക് വളരെയധികം വില ലഭിക്കുന്നതായ സാഹചര്യം ജീവിതത്തിലേക്ക് വന്നു ചേരാം. ടീം ലീഡർ, മാനേജർ തുടങ്ങിയ പദവികൾ നിങ്ങളെ തേടിയെത്തുവാനുള്ള സാധ്യതകളുമുണ്ട്. സഹപ്രവർത്തകരുടെ പിന്തുണയാണ് എങ്കിലും ഈ സമയം ലഭിക്കുവാനുള്ള സാധ്യത കൂടുതലാണ്. പിന്തുണയോടെ മുന്നേറുവാൻ നിങ്ങൾക്ക് സാധിക്കും. സംസാര കാര്യങ്ങളിൽ ശ്രദ്ധ അനിവാര്യമാണ്. ചില കാര്യങ്ങൾ പറഞ്ഞതിന് ശേഷമായിരിക്കും വേണ്ട എന്ന് തോന്നുക. അത്തരം ചില കാര്യങ്ങൾ സംഭവിക്കാം. അതിനാൽ സംസാര കാര്യങ്ങളിലും ശ്രദ്ധ പുലർത്തണം. അപ്രതീക്ഷിതമായ ചെലവുകൾ ജീവിതത്തിൽ കടന്നു വരാനുള്ള സാധ്യത കൂടുതലാണ്. അമിതമായ ചെലവുകൾ അല്ലെങ്കിൽ അപ്രതീക്ഷിതമായ ചെലവുകൾ അത് നിങ്ങളുടെ സാമ്പത്തികപരമായ കാര്യങ്ങളിൽ വളരെയധികം പ്രശ്നങ്ങൾക്ക് കാരണമായി തീരാം. അതിനാൽ അത്തരം കാര്യങ്ങളിൽ ശ്രദ്ധ പുലർത്തണം. ശുഭ കാര്യങ്ങൾക്കോ തീർത്ഥാടനങ്ങൾക്കോ പണം ചെലവാകുന്നതായ സാഹചര്യം, അതിനായൊരു അവസരം ലഭിക്കുന്നതായ അവസരങ്ങൾ ജീവിതത്തിലേക്ക് വന്നു ചേരാം. കൂടാതെ ഈ സമയം ഇൻഷുറൻസ്, ചിട്ടി അല്ലെങ്കിൽ പാരമ്പര്യ സ്വത്ത് എന്നിവ വഴി അപ്രതീക്ഷിതമായ ധനലാഭം നിങ്ങളുടെ ജീവിതത്തിലേക്ക് അപ്രതീക്ഷിതമായി പണം കൈകളിലേക്ക് വന്നു ചേരുവാനുള്ള സാധ്യത വളരെ കൂടുതൽ തന്നെയാകുന്നു. എന്നാൽ ഷെയർ മാർക്കറ്റിലോ മറ്റോ പണം മുടക്കുമ്പോൾ, അതായത് നിക്ഷേപങ്ങളുമായി ബന്ധപ്പെട്ട് ശ്രദ്ധ പുലർത്തി നിങ്ങൾ കാര്യങ്ങൾ മുന്നോട്ട് നീക്കണം. ഈ സമയം പെട്ടെന്ന് പണക്കാരാകുവാനുള്ള പദ്ധതികളിൽ ചെന്ന് ചാടരുത്. അത്തരം കാര്യങ്ങളിൽ കൂടുതൽ ശ്രദ്ധ പുലർത്തണം എന്ന കാര്യവും ഓർക്കുക. കുടുംബ ജീവിതത്തിൽ സമാധാനം തിരികെ വരാവുന്ന ഒരു വർഷമാണ്. കുടുംബ സൗഖ്യം പ്രതീക്ഷിക്കാവുന്ന ഒരു വർഷമായി തന്നെ പരാമർശിക്കാം. ജൂൺ മുതൽ ഡിസംബർ വരെ സംസാര കാര്യങ്ങളിൽ ശ്രദ്ധ പുലർത്തുകയും തെറ്റിദ്ധാരണകളുണ്ട് എങ്കിൽ അത്തരം കാര്യങ്ങളിൽ ശ്രദ്ധ പുലർത്തുകയും ചെയ്യേണ്ട സമയമാണ്. അതായത് ജൂൺ മുതൽ ഡിസംബർ വരെയുള്ള സമയത്ത് തെറ്റിദ്ധാരണകൾ സംഭവിക്കാം എങ്കിൽ പോലും അത് തരണം ചെയ്യുവാൻ സാധിക്കും. കാരണം കുടുംബാംഗങ്ങളോട് സംസാരിക്കുമ്പോൾ പോലും വാക്കുകൾ സൂക്ഷിക്കുന്നതിലൂടെ തീർച്ചയായും നിങ്ങൾക്ക് ഇത്തരം പ്രശ്നങ്ങളെ തരണം ചെയ്യുവാൻ സാധിക്കും എന്നതാണ് വാസ്തവം. വിവാഹം പോലുള്ള കാര്യങ്ങൾ
നോക്കുന്നവർക്ക് അത് നടക്കുവാനുള്ള സാധ്യത അനുകൂലം തന്നെയാണ്. വിവാഹം നടക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് അനുകൂലമായ സാഹചര്യമായിരിക്കും വന്നു ചേരുക. കുട്ടികളില്ലാത്തവർക്ക് സന്താന ഭാഗ്യം പ്രതീക്ഷിക്കാവുന്ന ഒരു വർഷമായി തന്നെ മാറാം. കുടുംബത്തിലെ പല തർക്കങ്ങളും പരിഹരിക്കപ്പെടുവാനുള്ള സാധ്യതകൾ ഈ സമയം കൂടുതലാണ്. സ്വയമോ അല്ലെങ്കിൽ മറ്റു വ്യക്തികളുടെ സഹായത്താലോ നിങ്ങൾക്ക് പല പ്രശ്നങ്ങളെയും പരിഹരിച്ച് മുന്നോട്ട് പോകുവാൻ സാധിക്കും. കൂടാതെ ഈ സമയം കൂടുതൽ ആത്മീയപരമായ കാര്യങ്ങളിൽ നിങ്ങൾ സമയം ചെലവഴിക്കുക അല്ലെങ്കിൽ അത്തരം കാര്യങ്ങളിൽ കൂടുതൽ സമയം ചെലവഴിക്കുന്ന സാഹചര്യമായിരിക്കും നിങ്ങളിലേക്ക് വന്നു ചേരുക. ക്ഷേത്ര ദർശനം, ആത്മീയ സമർപ്പണങ്ങൾക്ക് മുടക്കം വരില്ല എന്ന കാര്യവും ഓർക്കുക. രോഗനിർണയം നടത്തുവാൻ പ്രയാസമുള്ള അസുഖങ്ങളോ അലർജികളോ ഭക്ഷ്യവിഷബാധയോ ഉണ്ടാകുവാനുള്ള സാധ്യത നിങ്ങൾക്ക് വളരെ കൂടുതലാണ്. മാനസികമായ ഉത്കണ്ഠ നിങ്ങൾക്ക് വർദ്ധിക്കുവാനുള്ള സാധ്യതയും ഈ സമയം കൂടുതൽ തന്നെയാണ്. ഉറക്കം കുറയാതെ നോക്കേണ്ടതും അനിവാര്യമാണ് എന്ന് പറയാം. അസുഖം വന്നാലും അത് ശരിയായ ചികിത്സ ലഭിക്കുകയും വേഗത്തിൽ ഭേദമാവുകയും ചെയ്യുന്ന ഒരു വർഷമായി തന്നെ മാറാം. കൂടാതെ ഈ സമയം വാഹനങ്ങൾ കൈകാര്യം ചെയ്യുമ്പോഴും തീ, ആയുധം എന്നിവയുമായി ബന്ധപ്പെട്ട പ്രവർത്തനങ്ങളിലും വളരെയധികം ശ്രദ്ധ പുലർത്തേണ്ടതായിട്ടുണ്ട്. രക്തസമ്മർദ്ദം പോലുള്ളവർ മരുന്ന് മുടക്കാൻ പാടില്ല എന്ന കാര്യവും ഓർക്കുക. ഉന്നത വിദ്യാഭ്യാസത്തിന് അവസരം ഒരുങ്ങുന്നതായ സാഹചര്യങ്ങൾ രൂപപ്പെടാം. അത് നാട്ടിലോ വിദേശത്തോ ആണ് എങ്കിലും സാധ്യത കൂടുതലാണ്. വിദേശത്ത് പോയി പഠിക്കുവാൻ ആഗ്രഹിക്കുന്നവർക്കും തടസ്സങ്ങൾ ജീവിതത്തിൽ നിന്നും അകലുന്ന ഒരു സാഹചര്യമായിരിക്കും വന്നു ചേരുക. ജൂൺ മുതൽ ഒക്ടോബർ വരെ വിദ്യാകാരകനായ വ്യാഴം ഉച്ചത്തിൽ നിൽക്കുന്നത് പഠനത്തിൽ ഏകാഗ്രത വിദ്യാർത്ഥികൾക്ക് പ്രദാനം ചെയ്യും. മത്സര പരീക്ഷകളിൽ ഉന്നതമായ വിജയങ്ങൾ നേടുവാൻ നിങ്ങളെ സഹായിക്കും. ഗവേഷണം അഥവാ റിസർച്ച് ചെയ്യുന്നവർക്ക് പുതിയ കണ്ടുപിടുത്തങ്ങൾ നടത്തുവാൻ സാധിക്കുന്ന അവസരങ്ങളും വന്നു ചേരാം. ആയില്യം നക്ഷത്രക്കാർ പ്രത്യേകിച്ചും നാഗങ്ങളെ ആരാധിക്കാതിരിക്കരുത്. സർപ്പക്കാവിൽ വിളക്ക് വയ്ക്കുകയോ നാഗരാജാവിന് 100 പാലും സമർപ്പിക്കുകയോ ചെയ്യുന്നതും അഷ്ടമരാഹുദോഷം കുറയ്ക്കുകയും നിങ്ങൾക്ക് അത് ഏറ്റവും ഉത്തമമായി തീരുകയും ചെയ്യാം. ഭദ്രകാളി ക്ഷേത്രത്തിൽ ദർശനം നടത്തുന്നത് മനോധൈര്യം നിങ്ങൾക്ക് നൽകും. കൂടാതെ വ്യാഴാഴ്ചകളിൽ വിഷ്ണു ക്ഷേത്രത്തിലോ ശ്രീകൃഷ്ണ ക്ഷേത്രത്തിലോ ദർശനം നടത്തേണ്ടതും അനിവാര്യമാണ്. പാൽപായസ വഴിപാട് കഴിക്കുന്നതും ഏറ്റവും ഉത്തമം തന്നെയാണ്. വിഷ്ണു സഹസ്രനാമം ജപിക്കുന്നത് ആരോഗ്യത്തിനും ഐശ്വര്യത്തിനും ഏറ്റവും ഉത്തമമായ ഒരു കാര്യം തന്നെയാകുന്നു. ശനിയാഴ്ചകളിൽ ശാസ്താവിനെ ഭജിക്കുക എന്ന കാര്യവും നിങ്ങൾ തീർച്ചയായും ശ്രദ്ധിക്കേണ്ടതാണ്. എള്ളുതിരി കത്തിക്കുന്നതും ഏറ്റവും ഉത്തമമാണ്. ശനിയാഴ്ചകളിൽ ശാസ്താക്ഷേത്രത്തിൽ പ്രത്യേകം ദർശനം നടത്തുന്നതും കാര്യങ്ങൾ കൂടുതൽ നിങ്ങൾക്ക് അനുകൂലമാക്കി തീർക്കും. ഊഹക്കച്ചവടം, ലോട്ടറി എന്നിവയുമായി ബന്ധപ്പെട്ട് നിങ്ങൾക്ക് കൂടുതലായി പണം ചെലവഴിക്കുവാനുള്ള സാധ്യതകളുണ്ട്. അതിനാൽ അത്തരം കാര്യങ്ങളിൽ അല്പമൊന്ന് ശ്രദ്ധ പുലർത്തേണ്ടതായിട്ടുണ്ട്. അനാവശ്യമായി ഭയം പല കാര്യങ്ങളിലും ഉടലെടുക്കുവാനും അത് നിങ്ങൾക്ക് തിരിച്ചടിയായി മാറുവാനും സാധ്യത കൂടുതലാണ്. ചില കാര്യങ്ങൾ പ്രവർത്തിക്കാതിരിക്കുവാൻ നിങ്ങൾക്ക് ഭയം ഒരു കാരണമാകാം. അതിനാൽ നിങ്ങൾക്ക് നഷ്ടങ്ങളും മറ്റു ചില വ്യക്തികൾക്ക് ലാഭവും വന്നു ചേരാം. നിങ്ങളുടെ എതിരാളികൾക്ക് അത് കൂടുതൽ ഗുണകരമായി തീരുകയും ചെയ്യാം. അതിനാൽ തീർച്ചയായും നിങ്ങൾ പ്രവർത്തിക്കേണ്ടതായ കാര്യങ്ങൾ കൃത്യതയോടെ തന്നെ പ്രവർത്തിക്കേണ്ട ഒരു സമയം തന്നെയാണ്. ഈ സമയം ഇത്തരം കാര്യങ്ങളിലും ശ്രദ്ധ നിങ്ങൾ പുലർത്തേണ്ടതായിട്ടുണ്ട്. പൊതുവിൽ നോക്കുകയാണ് എങ്കിൽ 2026 കർക്കിടകം രാശിക്കാരെ സംബന്ധിച്ചിടത്തോളം അനുകൂലം തന്നെയാണ്. എന്നിരുന്നാലും ശ്രദ്ധയോടെ തന്നെ നിങ്ങൾ മുന്നോട്ട് നീങ്ങുക.